2 സമൂവേൽ അധ്യായം 19. ദാവീദ് ജെറുസലേമിലേക്ക് മടങ്ങുന്നു. അബ്സലോമിനെ കുറിച്ച് രാജാവ് വിലപിക്കുന്നതായി യോവാബ് കേട്ടു. രാജാവ് തന്റെ മകനെക്കുറിച്ച് ദുഃഖിച്ചിരിക്കുന്നു എന്ന് കേട്ടതുകൊണ്ട് അന്നത്തെ വിജയം ജനത്തിനും ദുഃഖമായി തീർന്നു. തോറ്റോടുന്നവരെ പോലെ ലജ്ജിച്ച് അവർ പട്ടണത്തിലേക്ക് പതുങ്ങിക്കയറി. രാജാവ് മുഖം മറച്ച് ഉച്ചത്തിൽ നിലവിളിച്ചു, "എന്റെ മകനെ അബ്സലോമേ, അബ്സലോമേ, എന്റെ മകനെ." അപ്പോൾ യോവാബ് കൊട്ടാരത്തിൽ രാജാവിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, "അങ്ങയുടെയും അങ്ങയുടെ പുത്രിപുത്രന്മാരുടെയും ഭാര്യമാരുടെയും ഉപനാരികളുടെയും ജീവൻ രക്ഷിച്ച അങ്ങയുടെ സകല ഭൃത്യന്മാരെയും അങ്ങ് ഇന്ന് ലജ്ജിപ്പിച്ചിരിക്കുന്നു. അങ്ങയെ ദ്വേഷിക്കുന്നവരെ അങ്ങ് സ്നേഹിക്കുകയും സ്നേഹിക്കുന്നവരെ ദ്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ പടത്തലവന്മാരും സൈനികരും അങ്ങേക്ക് ആരുമല്ലെന്ന് അങ്ങ് ഇന്ന് തെളിയിച്ചിരിക്കുന്നു. അബ്സലോം ജീവിച്ചിരിക്കുകയും ഞങ്ങളെല്ലാവരും മരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അങ്ങേക്ക് സന്തോഷമാകുമായിരുന്നു എന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങയുടെ ഭൃത്യന്മാരോട് ദയവായി സംസാരിക്കുക. അങ്ങ് ഇത് ചെയ്യുന്നില്ലെങ്കിൽ അവരിൽ ഒരുവൻ പോലും നാളെ പ്രഭാതമാകുമ്പോൾ അങ്ങയോടൊപ്പം ഉണ്ടാവുകയില്ലെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ സത്യം ചെയ്യുന്നു. അത് അങ്ങയുടെ യൗവനം മുതൽ ഇന്നുവരെ അങ്ങേക്ക് സംഭവിച്ചിട്ടുള്ള എല്ലാ തിന്മകളെയുംകാൾ ഭയങ്കരമായിരിക്കും." രാജാവ് എഴുന്നേറ്റ് നഗരവാതിൽക്കൽ ഉപവിഷ്ടനായി. അത് കേട്ട് ജനം അവന്റെ അടുക്കൽ കൂടി. ഇതിനിടെ ഇസ്രായേല്യർ സ്വഭവനങ്ങളിലേക്ക് ഓടിപ്പോയിരുന്നു. ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനങ്ങൾ പരസ്പരം പറഞ്ഞു, "രാജാവ് നമ്മെ ശത്രുക്കളിൽ നിന്നും ഫിലിസ്ത്യരിൽ നിന്നും രക്ഷിച്ചു. ഇപ്പോഴോ അബ്സലോം നിമിത്തം അവൻ നാടുവിട്ട് ഓടിപ്പോയിരിക്കുന്നു. അബ്സലോമിനെ നാം രാജാവായി അഭിഷേകം ചെയ്തു, എന്നാൽ അവൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. ആകയാൽ ദാവീദ് രാജാവിനെ തിരികെ കൊണ്ടുവരാൻ ആരും ശ്രമിക്കാത്തതെന്ത്?" ദാവീദ് രാജാവ് പുരോഹിതന്മാരായ സാദോക്കിനും അബിയാഥറിനും ഈ സന്ദേശം കൊടുത്തയച്ചു, "യൂദാ ശ്രേഷ്ഠന്മാരോട് പറയുവിൻ, ഇസ്രായേലിന്റെ മുഴുവൻ അഭിപ്രായം രാജസന്നിധിയിലെത്തിയിരിക്കെ രാജാവിനെ തിരികെ കൊണ്ടുപോകുന്നതിൽ അമാന്തിക്കുന്നതെന്താ? എന്റെ ചാർച്ചക്കാരല്ലയോ നിങ്ങൾ? എന്റെ അസ്ഥിയിൽ നിന്നും മാംസത്തിൽ നിന്നും ഉള്ളവർ. എന്നെ തിരികെ കൊണ്ടുപോകാൻ അവസാനം വരുന്നവർ നിങ്ങളായിരിക്കണമോ? അമാസയോട് പറയുവിൻ, നീ എന്റെ അസ്ഥിയും മാംസവുമല്ലയോ? യോവാബിന്റെ സ്ഥാനത്ത് ഞാൻ നിന്നെ സൈന്യത്തിന്റെ അധിപതിയാക്കുന്നില്ലെങ്കിൽ ദൈവം എന്നെ ശിക്ഷിക്കട്ടെ." ദാവീദിന്റെ വാക്കുകൾ യൂദായിൽ സകലരുടെയും ഹൃദയം കവർന്നു. "അങ്ങ് സേവകന്മാരോടുകൂടെ മടങ്ങി വരിക" എന്ന് അവർ അവന് സന്ദേശമയച്ചു. രാജാവ് ജോർദാനിലേക്ക് മടങ്ങി വന്നു. അവനെ എതിരേറ്റ് നദി കടത്തിക്കൊണ്ടുവരാൻ യൂദായിലെ ജനങ്ങൾ ഗിൽഗാലിലെത്തി. അവരോടൊപ്പം ബഹൂറിമിൽ നിന്നുള്ള ബെഞ്ചമിൻ വംശജനായ ഗേരയുടെ മകൻ ഷിമേയി ദാവീദിനെ എതിരേൽക്കാൻ ബന്ധപ്പെട്ടു ചെന്നു. ബെഞ്ചമിൻ ഗോത്രക്കാരായ 1000 പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു. സാവൂളിന്റെ വീട്ടുകാര്യസ്ഥനായ സീബയും 15 പുത്രന്മാരോടും 20 ഭൃത്യന്മാരോടും കൂടെ ജോർദാനിൽ രാജസന്നിധിയിലെത്തി. രാജകുടുംബത്തെ ഇക്കരെ കടത്താനും അവന്റെ ഇഷ്ടം ചെയ്യാനും അവർ നദി കടന്നു ചെന്നു. രാജാവ് നദി കടക്കാൻ തുടങ്ങവേ ഗേരയുടെ മകൻ ഷിമേയി അവന്റെ മുൻപിൽ താണു വീണു. അവൻ രാജാവിനോട് പറഞ്ഞു, "യജമാനനെ, അങ്ങ് ജെറുസലേം വിട്ടുപോയ ദിവസം അടിയൻ ചെയ്ത കുറ്റം അങ്ങ് ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമേ. അത് അങ്ങ് ഓർക്കരുതേ. അടിയന് തെറ്റുപറ്റിയെന്ന് അറിയുന്നു. അതുകൊണ്ട് യജമാനനെ എതിരേൽക്കാൻ അടിയനിതാ ജോസഫിന്റെ ഭവനത്തിൽ നിന്ന് എല്ലാവരിലും മുമ്പേ വന്നിരിക്കുന്നു." സെരൂയയുടെ മകൻ അബിഷായി പറഞ്ഞു, "കർത്താവിന്റെ അഭിഷിക്തനെ ശപിച്ചതുകൊണ്ട് ഷിമേയിയെ വധിക്കേണ്ടതല്ലേ?" ദാവീദ് പറഞ്ഞു, "സെരൂയയുടെ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്ത് കാര്യം? നിങ്ങൾ എനിക്ക് ശല്യമുണ്ടാക്കാൻ നോക്കുന്നുവോ? ഇസ്രായേലിൽ ആരെയെങ്കിലും ഇന്ന് വധിക്കുകയോ? ഞാൻ ഇന്ന് ഇസ്രായേലിന്റെ രാജാവാണ്. നീ മരിക്കുകയില്ല എന്ന് രാജാവ് ഷിമേയിക്ക് വാക്കുകൊടുത്തു." സാവൂളിന്റെ പുത്രൻ മെഫിബോഷെത്ത് രാജാവിനെ എതിരേൽക്കാൻ വന്നു. രാജാവ് ജെറൂസലേം വിട്ടുപോയി തിരികെ സുരക്ഷിതനായി വരുന്നതുവരെ അവൻ പാദം കഴുകുകയോ താടി ഒതുക്കുകയോ വസ്ത്രം അലക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു. രാജാവിനെ എതിരേൽക്കാൻ ജെറൂസലേമിൽ നിന്ന് അവൻ എത്തിയപ്പോൾ രാജാവ് ചോദിച്ചു, "മെഫിബോഷെത്ത്, നീ എന്നോടൊപ്പം പോരാഞ്ഞതെന്ത്?" അവൻ പറഞ്ഞു, "യജമാനനെ, അടിയൻ മുടന്തനെന്ന് അങ്ങ് അറിയുന്നുവല്ലോ.
അങ്ങയോടൊപ്പം പോരേണ്ടതിന് കഴുതയ്ക്ക് ജീനിയിടാൻ അടിയൻ ഭൃത്യനോട് പറഞ്ഞു. എന്നാൽ അവൻ ചതിച്ചു. അവൻ യജമാനനോട് അടിയനെ പറ്റി നുണയും പറഞ്ഞു പിടിപ്പിച്ചു. എന്നാൽ അങ്ങ് അടിയന് ദൈവദൂതനെ പോലെയാണ്. അതുകൊണ്ട് ഇഷ്ടം പോലെ ചെയ്തുകൊള്ളുക. അങ്ങയുടെ മുൻപിൽ അടിയന്റെ പിതൃഭവനം മുഴുവൻ മരണയോഗ്യർ ആയിരുന്നു. എന്നാൽ അങ്ങയുടെ മേശയിൽ ഭക്ഷിക്കാൻ അടിയന് അവകാശം തന്നു. അങ്ങയോട് അപേക്ഷിക്കാൻ അടിയന് മറ്റെന്താണുള്ളത്? രാജാവ് അവനോട് പറഞ്ഞു, നീ ഇനി ഒന്നും പറയണമെന്നില്ല. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. നീയും സീബയും വസ്തു പങ്കിടുക. മെഫിബോഷത്ത് രാജാവിനോട് പറഞ്ഞു, അത് മുഴുവൻ അവൻ എടുത്തുകൊള്ളട്ടെ. അങ്ങ് സുരക്ഷിതനായി കൊട്ടാരത്തിൽ മടങ്ങിയെത്തിയല്ലോ, എനിക്ക് അത് മതി. രാജാവിനെ ജോർദാൻ കടത്തിവിടാൻ ഗിലെയാദുകാരനായ ബെർസില്ലായി റോഗേലിമിൽ നിന്ന് വന്നു. അവൻ 80 വയസ്സുള്ള പടുവൃദ്ധനായിരുന്നു. വളരെ ധനികനായിരുന്ന അവനാണ് രാജാവിന് മഹനൈമിൽ വെച്ച് ഭക്ഷണം നൽകിയിരുന്നത്. രാജാവ് അവനോട് പറഞ്ഞു, എന്നോടുകൂടെ ജെറുസലേമിലേക്ക് വരിക, ഞാൻ നിന്നെ സംരക്ഷിച്ചു കൊള്ളാം. ബർസില്ലായി രാജാവിനോട് പറഞ്ഞു, ഞാനിനി എത്ര നാൾ ജീവിച്ചിരിക്കും? പിന്നെ ഞാൻ രാജാവിനോടുകൂടെ ജെറുസലേമിലേക്ക് പോരുന്നതെന്തിന്? എനിക്ക് വയസ്സ് 80ആയി. നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിവില്ല. ഭക്ഷണപാനീയങ്ങളുടെ സ്വാദും അറിഞ്ഞുകൂടാ. ആണിൻ്റെ ആയാലും പെണ്ണിൻ്റെ ആയാലും പാട്ടുകെട്ട് ആസ്വദിക്കാനും കഴിവില്ല. ഞാൻ തിരുമേനിക്ക് ഭാരമായിരിക്കും. ഇത്ര വലിയ പ്രതിഫലം അടിയൻ അർഹിക്കുന്നില്ല. അതുകൊണ്ട് ജോർദാനിക്കരെ കുറച്ചു ദൂരം മാത്രം ഞാൻ കൂടെ പോരാം. പിന്നെ മടങ്ങിപ്പോരാൻ എന്നെ അനുവദിക്കണം. എൻ്റെ സ്വന്തം പട്ടണത്തിൽ മാതാപിതാക്കളുടെ കല്ലറയ്ക്കരികിൽ ഞാൻ വിശ്രമിച്ചു കൊള്ളട്ടെ. എന്നാൽ ഇതാ എൻ്റെ മകൻ കിംഹാം, അവൻ അങ്ങയെ സേവിക്കും. അവൻ തിരുമേനിയോടുകൂടെ പോരട്ടെ. അങ്ങയ്ക്ക് ഇഷ്ടമുള്ളത് അവന് ചെയ്തു കൊടുത്താലും. രാജാവ് പ്രതിവചിച്ചു, അതെ, കിംഹാം എന്നോടുകൂടെ പോരട്ടെ. നിന്റെ ഇഷ്ടം പോലെ ഞാൻ അവന് ചെയ്തു കൊടുക്കും. നീ ചോദിക്കുന്നതെന്തും ഞാൻ നിനക്കും ചെയ്തു തരും. ദാവീദും അനുയായികളും ജോർദാൻ കടന്നു. രാജാവ് ബർസില്ലായിയെ ചുംബിച്ച് അനുഗ്രഹിച്ചു. അവൻ സ്വഭവനത്തിലേക്ക് മടങ്ങി. രാജാവ് ഗിൽഗാലിലേക്ക് പോയി. കിംഹാമും അവനോടൊപ്പമുണ്ടായിരുന്നു. യൂദായിലെ ജനവും ഇസ്രായേല്യരിൽ പകുതിയും അകമ്പടി സേവിച്ചു. ഇസ്രായേല്യർ വന്ന് രാജാവിനോട് ചോദിച്ചു, യൂദായിലെ ജനങ്ങളുടെ സഹോദരന്മാർ രാജാവിനെയും കുടുംബത്തെയും സേവകരെയും രഹസ്യമായി ജോർദാൻ കടത്തിയതെന്ത്? യൂദായിലെ ജനം ഇസ്രായേല്യരോട് പറഞ്ഞു, രാജാവ് ഞങ്ങളുടെ സ്വന്തമായതുകൊണ്ട് നിങ്ങൾ ക്ഷോഭിക്കുന്നതെന്തിന്? രാജാവിൻ്റെ ചെലവിലാണോ ഞങ്ങളുടെ ഭക്ഷണം? അവൻ ഞങ്ങൾക്ക് എന്തെങ്കിലും സമ്മാനം തന്നോ? ഇസ്രായേല്യർ അവരോട് പറഞ്ഞു, രാജാവിൽ ഞങ്ങൾക്ക് 10 ഓഹരിയുണ്ട്. നിങ്ങൾക്കുള്ളതിനേക്കാൾ കൂടുതൽ അവകാശം ഞങ്ങൾക്ക് ദാവീദിലുണ്ട്. എന്നിട്ട് നിങ്ങൾ ഞങ്ങളെ അവഹേളിക്കുന്നു. രാജാവിനെ തിരികെ വരുത്തുന്ന കാര്യം പറഞ്ഞത് ഞങ്ങളല്ലേ? എന്നാൽ യൂദായിലെ ജനത്തിന്റെ വാക്ക് ഇസ്രായേല്യരുടേതിനേക്കാൾ മൂർച്ചയേറിയതായിരുന്നു. 2 സാമുവേൽ അധ്യായം 20. ഷേബയുടെ വിപ്ലവം. ഷേബ എന്നു പേരുള്ള ഒരു നീചൻ ഉണ്ടായിരുന്നു. ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ബിക്രിയുടെ മകനായ അവൻ കാഹളമൂതി വിളിച്ചു പറഞ്ഞു, ദാവീദുമായി നമുക്ക് പങ്കില്ല, ജസ്സയുടെ പുത്രനുമായി നമുക്ക് ഇടപാടില്ല. ഇസ്രായേലെ, നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങുവീൻ. അങ്ങനെ ഇസ്രായേല്യർ ദാവീദിനെ വിട്ട് ബിക്രിയുടെ മകൻ ഷേബായോട് ചേർന്നു. യൂദായിലെ ജനമാകട്ടെ ദാവീദ് രാജാവിനോടുകൂടെ ഉറച്ചുനിന്ന് ജോർദാൻ മുതൽ ജെറൂസലേം വരെ അവനെ അനുഗമിച്ചു. ദാവീദ് ജെറൂസലേമിൽ തന്റെ കൊട്ടാരത്തിലെത്തി. കൊട്ടാരം സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന 10 ഉപനാരികളെ വീട്ടുതടങ്കലിലാക്കി. അവരുടെ ജീവിതാവശ്യങ്ങൾ നൽകിയെങ്കിലും അവരുമായി അവൻ ശയിച്ചില്ല. അവർ മരണം വരെ വീട്ടുതടങ്കലിൽ വിധവകളെ പോലെ ജീവിച്ചു. രാജാവ് അമാസയോട് പറഞ്ഞു, യൂദായിലെ പുരുഷന്മാരെയും കൂട്ടി 3 ദിവസത്തിനകം എൻ്റെ മുൻപിൽ വരിക. അമാസ അവരെ വിളിച്ചുകൂട്ടാൻ പോയി. എന്നാൽ രാജാവ് കൽപ്പിച്ചിരുന്ന സമയത്ത് അവൻ തിരിച്ചെത്തിയില്ല. അതുകൊണ്ട് ദാവീദ് അബീശായിയോട് പറഞ്ഞു, ബിക്രിയുടെ മകൻ ഷേബ അബ്സലോമിനേക്കാൾ കൂടുതൽ ശല്യം ചെയ്യും. അതുകൊണ്ട് സൈന്യവുമായി അവനെ പിന്തുടരുക. അല്ലെങ്കിൽ അവൻ കോട്ടകളുള്ള വല്ല പട്ടണങ്ങളും കൈക്കലാക്കി നമ്മെ ശല്യപ്പെടുത്തും. അങ്ങനെ യോവാബും ക്രേത്യരും പെലേത്യരും സകല വീരന്മാരും ബിക്രിയുടെ മകൻ ഷേബയെ പിന്തുടരാൻ ജെറൂസലേമിൽ നിന്ന് പുറപ്പെട്ടു.
അവർ ഗിബയോനിലെ വലിയ പാറയുടെ അടുത്തെത്തിയപ്പോൾ അമാസ അവരെ സ്വീകരിക്കാൻ വന്നു. യോവാബ് പടച്ചട്ടയും അതിനുമീതെ വാൾ ഉറപ്പിച്ച അരപ്പട്ടയും ധരിച്ചിരുന്നു. അവൻ മുന്നോട്ട് നടന്നപ്പോൾ വാൾ പുറത്തേക്ക് തള്ളി നിന്നു. സഹോദര, സുഖം തന്നെയോ എന്ന് ചോദിച്ചുകൊണ്ട് യോവാബ് അമാസയെ ചുംബിക്കാൻ വലത്തു കൈകൊണ്ട് അവന്റെ താടിക്ക് പിടിച്ചു. യോവാബിന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ അമാസ ശ്രദ്ധിച്ചില്ല. യോവാബ് അവന്റെ വയറ്റത്ത് കുത്തി. കുടൽ തറയിൽ തെറിച്ചു വീണു. രണ്ടാമത് കുത്തേണ്ടി വന്നില്ല. അവൻ മരിച്ചു. പിന്നെ യോവാബും അവന്റെ സഹോദരൻ അബീഷായിയും ബിക്രിയുടെ മകൻ ഷേബയെ അനുധാവനം ചെയ്തു. യോവാബിന്റെ പടയാളികളിലൊരുവൻ അമാസയുടെ മൃതശരീരത്തിനരികെ നിന്ന് വിളിച്ചു പറഞ്ഞു, യോവാബിന്റെയും ദാവീദിന്റെയും പക്ഷത്തുള്ളവർ യോവാബിനെ അനുഗമിക്കട്ടെ. അമാസയുടെ ശരീരം രക്തത്തിൽ മുങ്ങി വഴിമധ്യേ കിടക്കുകയായിരുന്നു. കടന്നു വന്നവർ അത് കണ്ടു നിന്നു. എല്ലാവരും നിൽക്കുന്നു എന്ന് കണ്ടിട്ട് ഒരുവൻ അമാസയുടെ ശരീരം വലിച്ച് വയലിലിട്ട് ഒരു തുണി കൊണ്ട് മൂടി അവനെ വഴിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ സകലരും ബിക്രിയുടെ മകൻ ഷേബയെ പിടികൂടാൻ യോവാബിനോടുകൂടെ പോയി. ഷേബ എല്ലാ ഇസ്രായേൽ ഗോത്രങ്ങളുടെയും പ്രദേശങ്ങളിൽ കൂടി കടന്ന് ആബേൽ ബേത് മാഖായിൽ എത്തി. ബിക്രിയുടെ കുലത്തിൽപ്പെട്ടവരെല്ലാം ഒരുമിച്ചുകൂടി പട്ടണത്തിലേക്ക് അവനെ അനുഗമിച്ചു. യോവാബിന്റെ അനുയായികൾ ആബേൽ ബേത് മാഖ വളഞ്ഞു. പട്ടണത്തിന് നേരെ അവർ ഒരു മൺതിട്ട ഉയർത്തി മതിൽ ഇടിച്ചു വീഴ്ത്താൻ തുടങ്ങി. അപ്പോൾ വിവേകവതിയായ ഒരുവൾ പട്ടണത്തിൽ നിന്ന് വിളിച്ചു പറഞ്ഞു, കേൾക്കുക, ഞാൻ യോവാബിനോട് സംസാരിക്കേണ്ടതിന് അവനോട് ഇങ്ങോട്ട് വരാൻ പറയുക. യോവാബ് അവളുടെ അടുത്ത് ചെന്നു. നീ യോവാബോ? അവൾ ചോദിച്ചു. അതെ, ഞാൻ തന്നെ. അവൻ പറഞ്ഞു, നിന്റെ ദാസി പറയുന്നത് ശ്രവിച്ചാലും. അവൾ അപേക്ഷിച്ചു. ഞാൻ ശ്രദ്ധിക്കുന്നു. അവൻ മറുപടി പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു, ആബേലിൽ ചെന്ന് ഉപദേശം സ്വീകരിപ്പിൻ എന്ന് മുൻപൊക്കെ പറയുക പതിവായിരുന്നു. അങ്ങനെ അവർ കാര്യം തീർത്തു വന്നു. ഇസ്രായേലിലെ സമാധാനപ്രിയരും വിശ്വസ്തരുമായവരിൽ ഒരാളാണ് ഞാൻ. ഇസ്രായേലിലെ ഒരു മാതാവായ ഈ നഗരത്തെ നീ നശിപ്പിക്കാനൊരുങ്ങുന്നു. നീ കർത്താവിന്റെ അവകാശം വെട്ടിവിഴുങ്ങുമോ? യോവാബ് മറുപടി പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല. നിങ്ങളുടെ പട്ടണം നശിപ്പിക്കുകയോ തകർക്കുകയോ ചെയ്യുകയില്ല. അതല്ല ഞങ്ങളുടെ ഉദ്ദേശം. എഫ്രായിം മലനാട്ടിൽ നിന്നുള്ള ബിക്രിയുടെ മകൻ ഷേബ എന്നൊരുവൻ ദാവീദ് രാജാവിനെതിരെ കരം ഉയർത്തിയിരിക്കുന്നു. അവനെ മാത്രം ഏൽപ്പിച്ചു തരിക. ഞാൻ പട്ടണം വിട്ടുപോയിക്കൊള്ളാം. ഇതാ അവന്റെ തല മതിലിനു മീതെ കൂടി നിന്റെ അടുത്തേക്ക് എറിഞ്ഞു തരാം. അവൾ പറഞ്ഞു. അവൾ ജനത്തെ സമീപിച്ച് തന്റെ ജ്ഞാനത്താൽ അവരെ സമ്മതിപ്പിച്ചു. ബിക്രിയുടെ മകൻ ഷേബയുടെ തല അവർ വെട്ടി യോവാബിന്റെ അടുത്തേക്ക് എറിഞ്ഞുകൊടുത്തു. അവൻ കാഹളമുതി. സൈന്യം പട്ടണം വിട്ട് സ്വന്തം വീടുകളിലേക്ക് പോയി. യോവാബ് ജെറൂസലേമിൽ രാജാവിന്റെ അടുത്തേക്കും. യോവാബ് ഇസ്രായേൽ സൈന്യത്തിന്റെ അധിപതിയായിരുന്നു. യഹോയാദായുടെ മകൻ ബെനായ ക്രത്യരുടെയും പെലേത്യരുടെയും തലവനും. അദോറാമിന് അടിമകളുടെ മേൽനോട്ടമായിരുന്നു. അഹിലൂദിന്റെ മകൻ യഹോഷഫാത്ത് എഴുത്തുകാരനും ഷെവ കാര്യസ്ഥനും സാദോക്കും അബിയാഥറും പുരോഹിതന്മാരും ആയിരുന്നു. ജൈറുകാരൻ ഈരയും ദാവീദിന്റെ പുരോഹിതനായിരുന്നു. 2 സാമുവേൽ അധ്യായം 21. ഗിബയോൻകാരുടെ പ്രതികാരം. ദാവീദിന്റെ ഭരണകാലത്ത് 3 വർഷം തുടർച്ചയായി ക്ഷാമമുണ്ടായി. ദാവീദ് കർത്താവിനോട് ആരാഞ്ഞു. അവിടുന്ന് അരുളി ചെയ്തു, സാവൂൾ ഗിബയോൻകാരെ കൊന്നതുകൊണ്ട് അവന്റെയും കുടുംബത്തിന്റെയും മേൽ കൊലപാതക കുറ്റമുണ്ട്. അതുകൊണ്ട് രാജാവ് ഗിബയോൻകാരെ വിളിച്ചു. ഗിബയോൻകാർ ഇസ്രായേല്യരല്ല, അമോര്യരുടെ ഒരു ചെറു വിഭാഗമായിരുന്നു. അവരെ ഉപദ്രവിക്കുകയില്ലെന്ന് ഇസ്രായേല്യർ സത്യം ചെയ്തിരുന്നെങ്കിലും ഇസ്രായേലിനെയും യൂദായെയും കുറിച്ചുള്ള തീക്ഷ്ണതയിൽ സാവൂൾ അവരെ നശിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു. ദാവീദ് ഗിബയോൻകാരോട് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? നിങ്ങൾ കർത്താവിന്റെ അവകാശത്തെ അനുഗ്രഹിക്കേണ്ടതിന് നിങ്ങളോട് ചെയ്ത ഉപദ്രവങ്ങൾക്ക് ഞാൻ എന്തു പരിഹാരം ചെയ്യണം? ഗിബയോൻകാർ മറുപടി നൽകി, സാവൂളും കുടുംബവുമായുള്ള ഞങ്ങളുടെ പ്രശ്നം വെള്ളിയും പൊന്നും കൊണ്ട് തീരുന്നതല്ല. ഇസ്രായേലിൽ ആരെയെങ്കിലും കൊല്ലാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. ദാവീദ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്നാണ് നിങ്ങൾ പറയുന്നത്? അവർ പറഞ്ഞു, ഇസ്രായേൽ ദേശത്തെങ്ങും ഞങ്ങൾക്ക് ഇടമുണ്ടാകാതിരിക്കേണ്ടതിന് മനഃപൂർവ്വം ഞങ്ങളെ നശിപ്പിച്ചവനുണ്ടല്ലോ. അവന്റെ പുത്രന്മാരിൽ 7 പേരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരിക.
കർത്താവിൻ്റെ പർവ്വതമായ ഗിബയോനിൽ അവിടുത്തെ മുൻപാകെ ഞങ്ങൾ അവരെ തൂക്കിക്കൊല്ലട്ടെ. രാജാവ് പറഞ്ഞു, ഞാൻ അവരെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരാം. എന്നാൽ സാവൂളിൻ്റെ മകൻ ജോനാഥാനുമായി കർത്തൃനാമത്തിൽ ചെയ്തിരുന്ന ഉടമ്പടി നിമിത്തം ദാവീദ് സാവൂളിൻ്റെ മകനായ ജോനാഥാന്റെ മകൻ മെഫിബോഷത്തിനെ ഒഴിവാക്കി. അയായുടെ മകൾ റിസ്പായിൽ സാവൂളിന് ജനിച്ച അർമോനി, മെഫിബോഷത്ത് എന്നീ പുത്രന്മാരെയും മെഹോലായിലെ ബർസിലായുടെ മകനായ അദ്രിയേലിന് സാവൂളിൻ്റെ മകൾ മേരബിൽ ജനിച്ച 5 പുത്രന്മാരെയും രാജാവ് പിടികൂടി ഗിബയോൻകാർക്ക് അവരെ ഏൽപ്പിച്ചു കൊടുത്തു. അവർ അവരെ കർത്താവിൻ്റെ മുൻപിൽ മലയിൽ വച്ച് തൂക്കിലിട്ടു. അങ്ങനെ അവർ 7 പേരും ഒരുമിച്ച് മരിച്ചു. യവം കൊയ്ത്തിന്റെ ആരംഭത്തിലാണ് അവരെ കൊന്നത്. അനന്തരം അയായുടെ മകൾ റിസ്പ പാറമേൽ ചാക്ക് വിരിച്ച് കൊയ്ത്തുകാലത്തിന്റെ ആരംഭം മുതൽ മഴക്കാലം വരെ അവിടെ കിടന്നു. പകൽ പക്ഷികളെയും രാത്രി കാട്ടുമൃഗങ്ങളെയും മൃതദേഹങ്ങളിൽ നിന്ന് അവൾ ആട്ടിയോടിച്ചു. അയായുടെ മകളും സാവൂളിന്റെ ഉപനാരിയുമായ റിസ്പായുടെ പ്രവൃത്തി ദാവീദ് കേട്ടു. അവൻ ചെന്ന് യാബേഷ് ഗിലെയാദിലെ ആളുകളിൽ നിന്ന് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും അസ്ഥികൾ എടുത്തു. ഗിൽബോവായിൽ വെച്ച് സാവൂളിനെ കൊന്നതിനു ശേഷം അവരുടെ മൃതശരീരങ്ങൾ ഫിലിസ്ത്യർ ബെത്ഷാനിലെ പൊതുവീഥിയിൽ തൂക്കിയിട്ടിരുന്നു. യാബേഷ് ഗിലെയാദുകാർ അവ മോഷ്ടിച്ചു കൊണ്ടുപോയി. ദാവീദ് സാവൂളിന്റെയും മകൻ ജോനാഥാന്റെയും തൂക്കിക്കൊല്ലപ്പെട്ടവരുടെയും അസ്ഥികൾ ബെഞ്ചമിൻ ദേശത്ത് സേലയിൽ സാവൂളിന്റെ പിതാവായ കിഷിന്റെ കല്ലറയിൽ സംസ്കരിച്ചു. രാജാവ് കൽപ്പിച്ചതുപോലെ അവർ ചെയ്തു. പിന്നെ രാജ്യത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. ഫിലിസ്ത്യരും ഇസ്രായേലരുമായി വീണ്ടും യുദ്ധമുണ്ടായി. ദാവീദ് പടയാളികളുമായി ചെന്ന് ഫിലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അവൻ തളർന്നു. മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട ഇഷ്ബീബനോബ് ദാവീദിനെ കൊല്ലാമെന്ന് വിചാരിച്ചു. അവന്റെ ഓടുകൊണ്ടുള്ള കുന്തത്തിന് 300 ഷെക്കൽ ഭാരമുണ്ടായിരുന്നു. അവൻ അരയിൽ പുതിയ വാൾ ധരിച്ചിരുന്നു. എന്നാൽ സെരൂയയുടെ മകൻ അബിഷായി ദാവീദിന്റെ സഹായത്തിനെത്തി അവനെ അടിച്ചു വീഴ്ത്തി കൊന്നുകളഞ്ഞു. ഇസ്രായേലിന്റെ ദീപം അണയാതിരിക്കേണ്ടതിന് അങ്ങ് ഞങ്ങളോടുകൂടെ യുദ്ധത്തിന് പോരരുതെന്ന് പറഞ്ഞ് പടയാളികൾ ദാവീദിനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. അതിനുശേഷം ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായി വീണ്ടും യുദ്ധമുണ്ടായി. അപ്പോൾ ഹുഷാത്യനായ സിബെക്കായി മല്ലന്മാരുടെ വംശത്തിൽപ്പെട്ട സാഫിനെ കൊന്നു. ഗോബിൽ വെച്ച് ഫിലിസ്ത്യരുമായുണ്ടായ മറ്റൊരു യുദ്ധത്തിൽ ബെത്ലഹേംകാരനായ യാറെ ഓറഗിമിന്റെ പുത്രൻ എൽഹാനാൻ ഗിത്യനായ ഗോലിയാത്തിനെ കൊന്നുകളഞ്ഞു. അവന്റെ കുന്തത്തിന്റെ പിടി നെയ്ത്തുകാരന്റെ ഓടം പോലെയായിരുന്നു. ഗത്തിൽ വച്ചും ഒരു യുദ്ധമുണ്ടായി. അവിടെ ഒരു അതികായൻ ഉണ്ടായിരുന്നു. അവന്റെ കൈകാലുകൾക്ക് 6 വീതം 24 വിരലുകൾ ഉണ്ടായിരുന്നു. അവനും മല്ലന്മാരുടെ സന്തതികളിൽ ഒരുവനായിരുന്നു. അവൻ ഇസ്രായേലിനെ അധിക്ഷേപിച്ചപ്പോൾ ദാവീദിന്റെ സഹോദരനായ ഷിമേയിയുടെ മകൻ ജോനാഥാൻ അവനെ വധിച്ചു. ഇവർ 4 പേരും ഗത്തിലെ മല്ലന്മാരുടെ സന്തതികളിൽപ്പെട്ടവരായിരുന്നു. ദാവീദും അനുചരന്മാരും അവരെ നിഗ്രഹിച്ചു. 2 ശമൂവേൽ അധ്യായം 22. ദാവീദിന്റെ വിജയകീർത്തനം. കർത്താവ് ദാവീദിനെ സകല ശത്രുക്കളിൽ നിന്നും സാവൂളിൽ നിന്നും രക്ഷിച്ച ദിവസം ദാവീദ് അവിടത്തേക്ക് ഈ കീർത്തനം ആലപിച്ചു. കർത്താവല്ലോ ഉന്നതശിലയും ദുർഗവും എൻ്റെ വിമോചകനും എൻ്റെ ദൈവവും എനിക്ക് അഭയം തരുന്ന പാറയും പരിചയും രക്ഷാശൃംഗവും അഭയകേന്ദ്രവും എൻ്റെ രക്ഷകനും അവിടുന്നാണ്. അങ്ങ് എന്നെ അക്രമത്തിൽ നിന്ന് രക്ഷിക്കുന്നു. സ്തുത്യർഹനായ കർത്താവിനെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു. അവിടുന്ന് എന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷിക്കും. മൃത്യുതരംഗങ്ങൾ എന്നെ വലയം ചെയ്തു. വിനാശത്തിൻ്റെ മഹാപ്രവാഹങ്ങൾ എന്നെ ആക്രമിച്ചു. പാതാളപാശങ്ങൾ എന്നെ ചുറ്റി. മരണം എനിക്ക് കെണിയൊരുക്കി. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. എൻ്റെ ദൈവത്തോട് ഞാൻ നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു. എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. കർത്താവിൻ്റെ കോപത്തിൽ ഭൂമി ഞെട്ടിവിറച്ചു. ആകാശത്തിൻ്റെ അടിസ്ഥാനങ്ങൾ ഇളകി. അവിടുത്തെ നാസികയിൽ നിന്ന് ധൂമപടലമുയർന്നു. വായിൽ നിന്ന് സർവവും വിഴുങ്ങുന്ന അഗ്നി പുറപ്പെട്ടു. ജ്വലിക്കുന്ന കനലുകൾ ആളിക്കത്തി. ആകാശം ചായിച്ച് അവിടുന്ന് ഇറങ്ങി വന്നു.
കൂരിരുട്ടിനുമേൽ അവിടുന്ന് പാദമുറപ്പിച്ചു. കെരൂബിനെ വാഹനമാക്കി അവിടുന്ന് പറന്നു. കാറ്റിൻ്റെ ചിറകുകളിൽ അവിടുന്ന് പ്രത്യക്ഷനായി. അന്ധകാരം കൊണ്ട് അവിടുന്ന് ആവരണം ചമച്ചു. ജലം നിറഞ്ഞ കാർമേഘങ്ങൾ വിതാനവും. അവിടുത്തെ മുൻപിൽ ജ്വലിക്കുന്ന തേജസ്സിൽ നിന്ന് തീക്കനൽ പാറി. കർത്താവ് ആകാശത്തിൽ ഇടിമുഴക്കി. അത്യുന്നതന്റെ ശബ്ദം മുഴങ്ങിക്കേട്ടു. അവിടുന്ന് അമ്പയച്ച് അവരെ ചിതറിച്ചു. മിന്നൽ പിണർ കൊണ്ട് അവരെ പായിച്ചു. അവിടുത്തെ നാസികയിൽ നിന്ന് ഉദ്ഗമിച്ച ക്രുദ്ധ നിശ്വാസത്താൽ സമുദ്രത്തിന്റെ ഉൾച്ചാലുകൾ കാണപ്പെട്ടു. ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ നഗ്നമാക്കപ്പെട്ടു. അത്യുന്നതങ്ങളിൽ നിന്ന് കൈനീട്ടി അവിടുന്ന് എന്നെ പിടിച്ചു. പെരുവെള്ളത്തിൽ നിന്ന് അവിടുന്ന് എന്നെ പൊക്കിയെടുത്തു. പ്രബലനായ ശത്രുവിൽ നിന്നും എന്നെ വെറുത്തവരിൽ നിന്നും അവിടുന്ന് എന്നെ രക്ഷിച്ചു. അവർ എൻ്റെ ശക്തിക്ക് അതീതരായിരുന്നു. അനർത്ഥകാലത്ത് അവർ എൻ്റെ മേൽ ചാടി വീണു. കർത്താവ് എനിക്ക് അഭയസ്ഥാനമായിരുന്നു. അവിടുന്ന് എന്നെ വിശാല സ്ഥലത്തേക്ക് ആനയിച്ചു. എന്നിൽ പ്രസാദിച്ചതിനാൽ എന്നെ വിമോചിപ്പിച്ചു. എൻ്റെ നീതിക്കൊത്ത വിധം കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. എൻ്റെ കൈകളുടെ നിർമ്മലതയ്ക്ക് ചേർന്ന വിധം എനിക്ക് പകരം തന്നു. കർത്താവിൻ്റെ വഴിയിൽ നിന്ന് ഞാൻ വ്യതിചലിച്ചില്ല. തിന്മ ചെയ്ത് എൻ്റെ ദൈവത്തിൽ നിന്ന് ഞാൻ അകന്നുപോയില്ല. അവിടുത്തെ കൽപ്പനകൾ എൻ്റെ കൺമുമ്പിലുണ്ടായിരുന്നു. അവിടുത്തെ നിയമങ്ങൾ ഞാൻ ലംഘിച്ചില്ല. തിരുമുൻപിൽ ഞാൻ നിർമ്മലനായിരുന്നു. കുറ്റങ്ങളിൽ നിന്ന് ഞാൻ അകന്നു നിന്നു. ആകയാൽ എൻ്റെ നീതിയും നിഷ്കളങ്കതയും കണ്ട് കർത്താവ് എനിക്ക് പ്രതിഫലം നൽകി. വിശ്വസ്തനോട് അവിടുന്ന് വിശ്വസ്തത പുലർത്തുന്നു. നിഷ്കളങ്കനോട് നിഷ്കളങ്കമായി പെരുമാറുന്നു. നിർമ്മലനോട് നിർമ്മലമായും ദുഷ്ടനോട് ക്രൂരമായും അങ്ങ് പെരുമാറുന്നു. വിനീതരെ അങ്ങ് വിടുവിക്കുന്നു. അഹങ്കാരികളെ അങ്ങ് വീഴ്ത്തുന്നു. കർത്താവെ, അങ്ങ് എൻ്റെ ദീപമാണ്. എൻ്റെ ദൈവം എൻ്റെ അന്ധകാരം അകറ്റുന്നു. അങ്ങയുടെ സഹായത്താൽ സൈന്യനിരയെ ഞാൻ ഭേദിക്കും. എൻ്റെ ദൈവത്തിൻ്റെ സഹായത്താൽ കോട്ട ഞാൻ ചാടിക്കടക്കും. ദൈവത്തിൻ്റെ മാർഗം അവികലമാണ്. തന്നിൽ ആശ്രയിക്കുന്നവർക്ക് അവിടുന്ന് പരിചയമാണ്. കർത്താവിൻ്റെ വാഗ്ദാനം നിറവേറ്റപ്പെടും. കർത്താവല്ലാതെ ദൈവമായ ആരുണ്ട്? നമ്മുടെ ദൈവമല്ലാതെ ഉന്നത ശിലയുണ്ടോ? ദൈവമാണ് എൻ്റെ സുശക്ത സങ്കേതം. എൻ്റെ മാർഗം അവിടുന്ന് സുരക്ഷിതമാക്കുന്നു. അവിടുന്ന് എൻ്റെ കാലുകൾക്ക് മാൻപേടയുടെ വേഗം നൽകി. ഉന്നതഗിരികളിൽ എന്നെ സുരക്ഷിതനായി നിർത്തി. എൻ്റെ കൈകളെ അവിടുന്ന് യുദ്ധമുറ അഭ്യസിപ്പിച്ചു. എൻ്റെ കരങ്ങൾക്ക് പിത്തളവില്ല് കുലയ്ക്കാൻ കഴിയും. രക്ഷയുടെ പരിച അങ്ങ് എനിക്ക് നൽകിയിരിക്കുന്നു. അങ്ങയുടെ പരിപാലനം എന്നെ വലിയവനാക്കി. എൻ്റെ വീഥി അങ്ങ് വിശാലമാക്കി. എൻ്റെ കാലുകൾ വഴുതിയതുമില്ല. ശത്രുക്കളെ ഞാൻ പിന്തുടർന്നു പിടിച്ചു. അവരെ സംഹരിക്കുവോളം ഞാൻ പിൻവാങ്ങിയില്ല. ഞാൻ അവരെ സംഹരിച്ചു. എഴുന്നേൽക്കാനാവാത്ത വിധം അവരെ ഞാൻ തകർത്തു. അവർ എൻ്റെ പാദങ്ങൾക്കടിയിൽ ഞെരിഞ്ഞു. യുദ്ധത്തിനായി ശക്തി കൊണ്ട് അങ്ങ് എൻ്റെ അരമുറുകി. എന്നെ ആക്രമിച്ചവരെ അങ്ങ് എനിക്ക് അധീനരാക്കി. എൻ്റെ ശത്രുക്കളെ അങ്ങ് പലായനം ചെയ്യിച്ചു. എന്നെ വെറുത്തവരെ ഞാൻ നശിപ്പിച്ചു. സഹായത്തിനു വേണ്ടി അവർ മുഖമുയർത്തി. രക്ഷിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. കർത്താവിനോട് അവർ നിലവിളിച്ചു. അവിടുന്ന് ഉത്തരം അരുളിയില്ല. നിലത്തെ പൂഴി പോലെ ഞാൻ അവരെ പൊടിച്ചു. തെരുവിലെ ചെളി പോലെ ചവിട്ടി മെതിച്ചു. ജനതകളോടുള്ള കലഹത്തിൽ നിന്ന് അങ്ങ് എന്നെ രക്ഷിച്ചു. അങ്ങ് എന്നെ ജനതകളുടെ അധിപനാക്കി. എനിക്ക് അപരിചിതമായ ജനം എന്നെ സേവിച്ചു. വിദേശികൾ എന്നോട് കേണിരുന്നു. എന്നെക്കുറിച്ച് കേട്ട മാത്രയിൽ അവരെന്നെ അനുസരിച്ചു. വിദേശീയർക്ക് ധൈര്യമറ്റു. സങ്കേതങ്ങളിൽ നിന്ന് വിറയലോടെ അവർ പുറത്തു വന്നു. കർത്താവ് ജീവിക്കുന്നു. എൻ്റെ ഉന്നതശില വാഴ്ത്തപ്പെടട്ടെ. എൻ്റെ രക്ഷയുടെ ശിലയായ ദൈവം സ്തുതിക്കപ്പെടട്ടെ. ദൈവം എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തു. ജനതകളെ എനിക്ക് അധീനരാക്കി. ശത്രുക്കളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിച്ചു. വൈരികൾക്കുമേൽ എന്നെ ഉയർത്തി. അക്രമികളിൽ നിന്ന് അവിടുന്ന് എന്നെ വിടുവിച്ചു. ആകയാൽ കർത്താവെ, ജനതകളുടെ മധ്യേ ഞാൻ അങ്ങേക്ക് സ്തോത്രം ആലപിക്കും. അങ്ങയുടെ നാമം പാടി സ്തുതിക്കും. തൻ്റെ രാജാവിന് അവിടുന്ന് വൻ വിജയം നൽകുന്നു. തൻ്റെ അഭിഷിക്തനോട് അവിടുന്ന് എന്നേക്കും കാരുണ്യം കാണിക്കുന്നു. ദാവീദിനോടും അവൻ്റെ സന്തതിയോടും തന്നെ. ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ. 2 സാമുവേൽ അധ്യായം 23. ദാവീദിൻ്റെ അന്ത്യവചസ്സുകൾ. ദാവീദിൻ്റെ അന്ത്യവചസ്സാണിത്. ജസ്സയുടെ പുത്രൻ ദാവീദ്, ദൈവം ഉയർത്തിയവൻ, യാക്കോബിൻ ദൈവത്തിൻ്റെ അഭിഷിക്തൻ, ഇസ്രായേലിൻ്റെ മധുരഗായകൻ പ്രവചിക്കുന്നു.
കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അരുളി ചെയ്യുന്നു. അവിടുത്തെ വചനമാണ് എൻ്റെ നാവിൽ. ഇസ്രായേലിന്റെ ദൈവം സംസാരിക്കുന്നു. ഇസ്രായേലിന്റെ ഉന്നതശില എന്നോട് അരുളി ചെയ്തിരിക്കുന്നു. മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ, പ്രഭാതത്തിലെ പ്രകാശം പോലെ, കാർമേഘരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ, ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു. എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ? അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു, സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി. അവിടുന്ന് എൻ്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും. ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞുകളയേണ്ട മുള്ളുപോലെയാകുന്നു. അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ. കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ടല്ലാതെ ആരും അത് തൊടുന്നില്ല. അത് നിശേഷം ചുട്ടുകളയും. ദാവീദിന്റെ വീരയോദ്ധാക്കൾ. തഹ്കമോനായ യോശബാഷെബത്ത്. അവൻ മൂവരിൽ പ്രധാനനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 800 പേരെ ഒന്നിച്ചു കൊന്നു. മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലയാസർ. ഫിലിസ്ത്യരോടുള്ള യുദ്ധത്തിൽ ഇസ്രായേല്യർ ഓടിപ്പോയപ്പോൾ അവൻ ദാവീദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു. അവൻ കൈ തളരും വരെ ഫിലിസ്ത്യരെ വെട്ടി. അവന്റെ കൈ വാളോട് ഒട്ടിച്ചേർന്നുപോയി. കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു. മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത്. മൂന്നാമൻ ഹരാര്യനായ ആഗയുടെ മകൻ ഷമ്മ. ഫിലിസ്ത്യർ ലേഹിയിൽ ഒരുമിച്ചുകൂടി. അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയൽ ഉണ്ടായിരുന്നു. ജനം ഫിലിസ്ത്യരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി. എന്നാൽ ഷമ്മ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു. അവൻ ഫിലിസ്ത്യരെ കൊന്നു. കർത്താവ് വലിയ വിജയം നൽകി. 30 പ്രമാണികളിൽ 3 പേർ കൊയ്ത്തുകാലത്ത് അദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു. അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായിം താഴ്വരയിൽ പാളയമടിച്ചിരുന്നു. ദാവീദ് ദുർഗത്തിലായിരുന്നു. ഫിലിസ്ത്യരുടെ കാവൽ പട്ടാളം ബെത്ലേഹമിലും. ദാവീദ് ആർത്തിയോടുകൂടെ പറഞ്ഞു, ബെത്ലേഹമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ. അപ്പോൾ ഈ 3 വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് കടന്ന് ബെത്ലേഹം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവീദിന് കൊണ്ടുവന്നു കൊടുത്തു. എന്നാൽ അത് കുടിക്കാൻ അവന് മനസ്സ് വന്നില്ല. അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി. അവൻ പറഞ്ഞു, കർത്താവെ, ഞാനിത് കുടിക്കുകയില്ല. സ്വജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത്. അതുകൊണ്ട് അവനത് കുടിച്ചില്ല. ആ 3 വീരന്മാർ ഇങ്ങനെ ചെയ്തു. സെരൂയയുടെ മകൻ യോവാബിന്റെ സഹോദരൻ അബിഷായി 30 പേരുടെ തലവനായിരുന്നു. അവൻ കുന്തം കൊണ്ട് 300 പേരെ കൊന്ന് 30 പേരുടെ ഇടയിൽ പേര് നേടി. അവൻ 30 പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു. അവൻ അവരുടെ തലവനുമായി തീർന്നു. എങ്കിലും അവൻ 3 പ്രശസ്തി നേടിയില്ല. കബ്സേലിൽ നിന്നുള്ള യഹോയാദയുടെ മകൻ ബെനായിയ ഒരു ശൂരപരാക്രമിയായിരുന്നു. 2 മോവാബി യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു. ഹിമപാതമുണ്ടായ ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു. അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു. ഈജിപ്തുകാരന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ബെനായിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചു പറിച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു. യഹോയാദയുടെ മകൻ ബെനായിയ ഇത് ചെയ്ത് 30 ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു. 30 പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു. എങ്കിലും 3 എത്തിയില്ല. ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി. യോവാബിന്റെ സഹോദരൻ അസഹേലായിരുന്നു 30 പേരിൽ ഒരുവൻ. ബെത്ലേഹംകാരനായ ദോദോയുടെ മകൻ എൽഹാനാൻ, ഹരോദിലെ ഷമ്മായും എലീക്കയും, പെലേത്യനായ ഹേലസ്, തെക്കോവായിലെ ഇക്കേഷിന്റെ മകൻ ഈര, അനാത്തോത്തിലെ അബിയസർ, ഹുഷാത്യനായ മെബുന്നായി, ആഹോഹ്യനായ സൽമോൻ, നെത്തോഫായിലെ മഹരായി, നെത്തോഫായിലെ ബാനായുടെ മകൻ ഹേലബ്, ബെഞ്ചമിൻകാരുടെ ഗിബയായിലെ റിബായിയുടെ മകൻ ഇത്തായി, പിറധോണിലെ ബെനായിയ, ഗാഷിലെ അരുവികൾക്കടുത്തുള്ള ഹിദായി, അർബാക്യനായ അബിയാൽബോൻ, ബഹുറൂമിലെ അസ്മാവത്ത്, ഷാൽബോനിലെ എലിയാഹ്ബ, യാഷന്റെ പുത്രന്മാർ ജോനാഥാൻ, ഹാരാറിലെ ഷമ്മ, ഹാരാറിലെ ഷറാറിന്റെ മകൻ അഹിയാം, മാഖായിലെ അഹസ്ബായിയുടെ മകൻ എലഫലേത്ത്, ഗീലോയിലെ അഹിത്തോഫലിന്റെ മകൻ ഏലിയാം, കാർമലിലെ ഹെസ്ര, അർബയിലെ പാരായി, സോബായിലെ നാഥാന്റെ മകൻ ഇഗാൽ, ഗാദിലെ ബിന്നി, അമ്മോനിലെ സേലക്ക്,
സെരൂയയുടെ മകൻ യോവാബിന്റെ ആയുധവാഹകനായ ബരോത്തിലെ നഹറായി, ഇത്രായിലെ ഈരായും ഗാരബും ഹിത്യനായ ഊറിയ, ആകെ 37 പേർ. 2 സാമുവേൽ അധ്യായം 24. ദാവീദ് ജനസംഖ്യ എടുക്കുന്നു. കർത്താവ് വീണ്ടും ഇസ്രായേലിനോട് കോപിച്ചു. അവരെ കഷ്ടപ്പെടുത്താൻ ദാവീദിനെ പ്രേരിപ്പിച്ചു. നീ ചെന്ന് ഇസ്രായേലിലെയും യൂദായിലെയും ആളുകളുടെ എണ്ണമെടുക്കുക എന്ന് കർത്താവ് അവനോട് കൽപ്പിച്ചു. രാജാവ് യോവാബിനോടും സൈന്യതലവന്മാരോടും പറഞ്ഞു, ദാൻ മുതൽ ബെർശെബ വരെയുള്ള ഇസ്രായേൽ ഗോത്രങ്ങളിലെ ജനത്തെ എണ്ണുക, എനിക്ക് സംഖ്യ അറിയണം. എന്നാൽ യോവാബ് പറഞ്ഞു, രാജാവേ, അങ്ങയുടെ ദൈവമായ കർത്താവ് ജനത്തെ ഇന്നുള്ളതിന്റെ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. അത് കാണാൻ അങ്ങേക്ക് ഇടവരട്ടെ. പക്ഷേ അങ്ങേക്ക് ഇതിലിത്ര താല്പര്യം എന്താണ്? യോവാബും പടനായകന്മാരും രാജകൽപ്പനയ്ക്ക് വഴങ്ങി. ഇസ്രായേൽ ജനത്തെ എണ്ണാൻ അവർ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ ജോർദാൻ കടന്ന് താഴ്വരയുടെ മധ്യത്തിലുള്ള അരോവറിൽ നിന്ന് ആരംഭിച്ച് ഗാദിലേക്കും യാസറിലേക്കും പോയി. അവർ ഗിലെയാദിലും ഹിത്യരുടെ ദേശമായ കാദഷിലും എത്തി. പിന്നെ ദാനിലേക്കും അവിടെ നിന്ന് സീദോനിലേക്കും പോയി. കോട്ട കെട്ടിയ ടയർ പട്ടണത്തിലും ഹിവ്യരുടെയും കാനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും അവസാനം യൂദായുടെ നെഗബിലുള്ള ബെർഷെബായിലും അവർ എത്തി. അവർ ദേശമെല്ലാം സഞ്ചരിച്ച് 9 മാസവും 20 ദിവസവും കഴിഞ്ഞ് ജെറൂസലേമിലെത്തി. യോവാബ് ജനസംഖ്യ രാജാവിനെ അറിയിച്ചു. സൈന്യസേവനത്തിന് പറ്റിയവർ ഇസ്രായേലിൽ 8 ലക്ഷവും യൂദായിൽ 5 ലക്ഷവും ഉണ്ടായിരുന്നു. ജനസംഖ്യ എടുത്തു കഴിഞ്ഞപ്പോൾ ദാവീദിന് മനസാക്ഷി കുത്തുണ്ടായി. ദാവീദ് കർത്താവിനോട് പറഞ്ഞു, ഞാൻ കൊടും പാപം ചെയ്തിരിക്കുന്നു. കർത്താവെ, അങ്ങയുടെ ദാസന്റെ പാപം പൊറുക്കണമേ. ഞാൻ വലിയ ഭോഷത്വം പ്രവർത്തിച്ചിരിക്കുന്നു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ അവന്റെ ദീർഘദർശിയായ ഗാദ് പ്രവാചകനോട് കർത്താവ് അരുളി ചെയ്തു, നീ ചെന്ന് ദാവീദിനോട് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ 3 കാര്യങ്ങൾ. അതിലൊന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക. അത് ഞാൻ നിന്നോട് ചെയ്യും. ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്നു പറഞ്ഞു, നിന്റെ രാജ്യത്ത് 3 വർഷം ക്ഷാമമുണ്ടാവുകയോ, നീ ശത്രുക്കളിൽ നിന്ന് 3 മാസം ഒളിവിൽ പാർക്കുകയോ, നിന്റെ രാജ്യത്ത് 3 ദിവസം പകർച്ചവ്യാധി ഉണ്ടാവുകയോ, ഏതു വേണം? എന്നെ അയച്ചവന് ഞാൻ മറുപടി കൊടുക്കേണ്ടതിന് നീ ആലോചിച്ച് ഉത്തരം നൽകുക. ദാവീദ് ഗാദിനോട് പറഞ്ഞു, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. കർത്താവിന്റെ കരം തന്നെ നമ്മുടെ മേൽ പതിച്ചുകൊള്ളട്ടെ. എന്തെന്നാൽ അവിടുന്ന് അതിദയാലുവാണല്ലോ. എന്നാൽ ഞാൻ മനുഷ്യരുടെ പിടിയിൽ അകപ്പെടാതിരിക്കട്ടെ. അങ്ങനെ അന്ന് പ്രഭാതം മുതൽ നിശ്ചിത സമയം വരെ കർത്താവ് ഒരു പകർച്ചവ്യാധി അയച്ചു. ദാൻ മുതൽ ബെർശെബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചു. കർത്താവിന്റെ ദൂതൻ ജെറൂസലേം നശിപ്പിക്കാൻ കൈനീട്ടിയപ്പോൾ കർത്താവ് ആ തിന്മയെപ്പറ്റി അനുതപിച്ചു. സംഹാരദൂതനോട് അവിടുന്ന് കൽപ്പിച്ചു, മതി, കൈ പിൻവലിക്കുക. കർത്താവിന്റെ ദൂതൻ ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിന് അടുത്തായിരുന്നു. സംഹാരദൂതനെ കണ്ടിട്ട് ദാവീദ് കർത്താവിനോട് അപേക്ഷിച്ചു, ഞാനല്ലേ കുറ്റക്കാരൻ? തെറ്റ് ചെയ്തത് ഞാനല്ലേ? ഈ പാവപ്പെട്ട ജനം എന്ത് ദോഷം ചെയ്തു? എന്നെയും എന്റെ പിതൃഭവനത്തെയും ശിക്ഷിച്ചാലും. അന്ന് തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ജബൂസിനായ അരവനായുടെ മെതിക്കളത്തിൽ ചെന്ന് കർത്താവിനൊരു ബലിപീഠം അണിയുക. ദാവീദ് കർത്താവിന്റെ കൽപ്പനയനുസരിച്ച് ഗാദ് പറഞ്ഞ പ്രകാരം ചെന്നു. അരവന തല ഉയർത്തി നോക്കിയപ്പോൾ രാജാവും ഭൃത്യന്മാരും തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ചു. അവൻ ചോദിച്ചു, പ്രഭു, ഇങ്ങോട്ട് എഴുന്നള്ളിയതെന്തിന്? ദാവീദ് പറഞ്ഞു, മഹാമാരി ജനത്തിൽ നിന്ന് അകലേണ്ടതിന് കർത്താവിന് ഒരു ബലിപീഠം അണിയാൻ നിന്റെ മെതിക്കളം വാങ്ങുവാൻ തന്നെ. അരവന ദാവീദിനോട് പറഞ്ഞു, യജമാനെ, അങ്ങ് ആഗ്രഹിക്കുന്നതെന്തും ബലിയർപ്പിച്ചാലും ബലിപീഠത്തിൽ അർപ്പിക്കേണ്ടതിന് ഇതാ കാളകൾ, വിറകിന് ഇതാ മെതിവണ്ടികളും നുകങ്ങളും. രാജാവെ, അരവന ഇതെല്ലാം രാജാവിന് തരുന്നു. അവൻ തുടർന്നു, അങ്ങയുടെ ദൈവമായ കർത്താവ് അങ്ങിൽ സംപ്രീതനാകട്ടെ. ദാവീദ് അരവനായോട് പറഞ്ഞു, ഇല്ല, വിലയ്ക്ക് മാത്രമേ ഞാനിത് വാങ്ങൂ. എനിക്ക് ഒരു ചെലവുമില്ലാത്ത ദഹനബലി എന്റെ ദൈവമായ കർത്താവിന് ഞാൻ അർപ്പിക്കുകയില്ല. അങ്ങനെ ദാവീദ് 50 ഷെക്കൽ വെള്ളി കൊടുത്ത് കളവും കാളകളും വാങ്ങി. അവിടെ ബലിപീഠം പണിത് ദാവീദ് കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു. കർത്താവ് ദാവീദിന്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേലിൽ നിന്ന് മഹാമാരി വിട്ടുപോയി.